ജസ്റ്റാനെ ഇഷ്ടായോ? പറ. ഗ്രേസ് ആന്റണി കമന്റ് ഇട്ടിരുന്നു. ഗ്രേസ് ആന്റണി കമന്റ് ഇട്ടതിന് 30 എത്രയോ ലൈക്ക്. ശരിക്കും ഇങ്ങനെ കേൾക്കുമ്പോ സന്തോഷമാണോ ചമ്മലാണോ അയ്യോ അങ്ങനെയൊക്കെ ആണോ ഞാൻ എന്നാണോ വിചാരിക്കുന്നത്? ഞാൻ ഫസ്റ്റ് കേട്ടപ്പോ ഒന്നും പറഞ്ഞില്ലേ, അധികം എനിക്ക് തോന്നിയില്ല, എനിക്ക് അറിയില്ലായിരുന്നു അവരെ. പിന്നെ ഞാൻ അങ്ങനെ കേട്ട് ഓക്കെ ഏകദേശം ഉണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ വല്ല താല്പര്യം? അങ്ങനെ വിളിച്ചോ? ഞാൻ വിളിച്ചാ പോയി, എനിക്ക് ഒരു ജാടയില്ല. ഗ്രേസ് ആന്റണിയുടെ AI ഇമേജിനെ അല്ലെങ്കിൽ AI കൊണ്ട് നിർമ്മിച്ച ഒരു ഗ്രേസ് ആന്റണിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ? ഹായ്, ഇങ്ങോട്ട് വാ. കണ്ടോ, ഇത് AI ആണെന്നും പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കരമായിട്ടും വൈറലാകുന്ന ആളാ. പക്ഷെ AI അല്ല കേട്ടോ, ഒറിജിനലാ. ഇയാളുടെ റീലിപ്പോൾ ഒത്തിരി ആളുകൾ കണ്ടിട്ട് സത്യത്തിൽ ഞാനും കൺഫ്യൂഷനായിപ്പോയി, ശരിക്കും കൺഫ്യൂഷനായി. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ആളെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോടാണ് എത്തിയേക്കുന്നത്. ആളെ പൊക്കിയിട്ടുണ്ട്, നൈസായിട്ട് പൊക്കിയിട്ടുണ്ട്. പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് പവിത്രയാണ്. ഞാനിപ്പോൾ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളെ ഭയങ്കര നാണമാണ്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പം ഗ്രേസ് ആന്റണിയുടെ ആ ഡ്രസ്സ് ഇവർ റീൽ ചെയ്ത, ഞാനിപ്പോൾ കാണിച്ചില്ല, ആ റീൽ ചെയ്ത പോലെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു അല്ലേ? എന്താ ഇത്ര ചമ്മല്? ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. എന്ത് റീല്? പക്ഷെ അങ്കിള് പറഞ്ഞല്ലോ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ആണ്, പക്ഷെ അത് കുറച്ച് ചെറുതായപ്പോ ഇത് കുറച്ച് മെച്ചൂർഡായി. ഞാൻ മെച്ചൂർഡായി കഴിഞ്ഞാൽ കിട്ടുന്നില്ലേ, അതുകൊണ്ട് കുറച്ച്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ് ഗ്രേസ് ആന്റണിയുടെ ഷേപ്പ് ഉണ്ട് അല്ലെങ്കിൽ? പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ സ്കൂളിലത്തെ കുറേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം കാര്യമാക്കിയിട്ടില്ല. പിന്നെ ഇവരൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. നാഗേന്ദ്രൻ എവിടെ? നാഗേന്ദ്രൻ വാ, നാഗേന്ദ്രൻ ഇങ്ങോട്ട് വാ. എന്താ കേട്ടോ അവിടെ നാഗേന്ദ്രൻ. അയ്യോ, നാഗേന്ദ്രന്റെ മീശയൊന്നും ഇല്ല. മീശയില്ല നാഗേന്ദ്രനാണോ ഇത്? മീശ എന്തിയേ? ചമ്മലാണോ? ചമ്മലാണോ? അയ്യോ, അതില്ലാത്ത പോലെ തന്നെ സുരാജ് വെഞ്ഞാറോട് കാണിക്കുന്നല്ല, അതേ ആക്ഷനൊക്കെ ഇട്ടാ നിക്കുന്നത് അല്ലേ? ഈ പറഞ്ഞ പോലെ നമ്മൾ ആ പടത്തിനകത്ത് നാഗേന്ദ്രൻ ഹണിമൂണിന്റെ ഫിഗറാണ് ചെയ്തത്. നാഗേന്ദ്രൻ ഹണിമൂൺസിൽ ശരിക്കും കണ്ടിരുന്നോ പടം? ക്ലിപ്പിങ് കണ്ടിരുന്നു, ഒറിജിനൽ ക്ലിപ്പിങ് കണ്ടിരുന്നോ? അതിൽ ഭയങ്കര എന്താ പറയാ, ആക്റ്റീവാണ്, നാണമൊന്നുമില്ല. ഇത് കൈയൊന്നും ഇങ്ങനെ വെച്ചിട്ടല്ല. അതൊന്ന് കാണിച്ചു കാണട്ടെ, അത് കാണിച്ചു രണ്ടുപേരും. ചുമ്മാ കാണിച്ചാൽ മതി, അധികം ഡയലോഗ് ഒന്നും വേണ്ട. ചോദിച്ചാൽ ഇഷ്ടമാണോ? അയ്യോ, എനിക്ക് ഭയങ്കര ചമ്മലാണ്. ആൾക്ക് ഇത്രയും പേര്. ഇപ്പൊ നമ്മള് ഇവിടെ വന്നേക്കുന്ന ഇയാളുടെ പേരെങ്ങനെയാ? അലൻ മാധവ്. അലനും എന്താ പറയാ പവിത്രയും തമ്മിൽ സിബ്ലിങ്സ് ആണ്. സോ ചേട്ടനിയ മക്കളാണ്. എന്താ പറയാ, അലന്റെ അച്ഛനാണ് ഈ വീഡിയോ എടുത്ത് ഭയങ്കര വൈറലാക്കിയത്. ആളിവിടെ ഒളിച്ചിരിപ്പുണ്ട്, ഞങ്ങളെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. വാ ചേട്ടാ, ഇവിടെ ഇതും വൈറലാക്കണ്ട, ഏതെങ്കിലും ഒന്ന് വൈറലാക്കിയാ മതി, രണ്ടും കൂടെ വൈറലാക്കണ്ട. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് കിഷോർ മാധവൻ. ഞാൻ സത്യത്തില് ചേട്ടനെയാണ് കോണ്ടാക്ട് ചെയ്തത് മോളിലെ. ഞാൻ സത്യത്തിലായിട്ടും ഇങ്ങനൊരു സാധനം കണ്ടിട്ടേ ഞാൻ വീഡിയോ ആണ് നോക്കിയത്, കമന്റ്സ് ഒന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല സത്യമായിട്ടും. എനിക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് കുറെ തവണ, ഞാൻ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ട്, എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് അത് പോയി. പക്ഷെ ഞാൻ ചേട്ടൻ നമ്പർ പെട്ടെന്ന് എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു ആ സെക്കൻഡിൽ തന്നെ, ഇൻസ്റ്റാഗ്രാമില്. എന്നിട്ട് അപ്പൊ തന്നെ നമ്പർ എഴുതിയിട്ട് ഞാൻ ചേട്ടനെ വിളിച്ച്, ഇനി അത് ഒറിജിനൽ ആണ്, എന്നെ സംഭവം എന്ന് എനിക്കറിയണല്ലോ, ഇനി നിങ്ങളുടെ വല്ലവരും ആണോ ഈ ഗ്രേസ് ആന്റണി, നിങ്ങൾക്ക് വേണ്ടി റീൽ ചെയ്തതാണോ? അപ്പൊ ഞാൻ നോക്കുമ്പോ ചേട്ടൻ ഫോട്ടോഗ്രാഫർ എന്ന് കണ്ടേ. അപ്പൊ എന്നെ ചേട്ടന് വേണ്ടിട്ട് വല്ലതും ചെയ്യാൻ വന്നതാണ്. പക്ഷെ ആളെ മോനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ റീൽ ചെയ്തതാണ്. പക്ഷെ കുട്ടി ഭയങ്കര ഡിക്റ്റ് ആയിട്ടിരിക്കുന്നു. എങ്ങനെയാ റീലിന് സാധാരണ റീല് ചെയ്യാറുണ്ട്, ഇങ്ങനെ മോനിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇവരെങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ് ചെയ്യല്. ശരിക്കും വേറൊരു മോളാണ് ആക്ച്വലി, മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു മോളാണ് എൻ്റെ റീലിലൊക്കെ ഉണ്ടാവല്. അങ്ങനെ വൈഫ് കുറെ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഇവിടെ പവീനെ വെച്ചിട്ട് ഒരു റീല് ചെയ്ത് നോക്ക്, ഗ്രേസ് ആന്റണീനെ വെച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നാഗേന്ദ്രൻ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി ഇവര് വീട്ടിൽ വന്നപ്പോൾ, അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്, ശരിക്കിത് ഔട്ട്ഡോറിൽ നിന്ന് എടുത്താൽ കുറച്ചുകൂടെ റീച്ച് ആവുകയാണ്. അപ്പോൾ ഉള്ളിൽ നിന്നപ്പോൾ ഉള്ളൊരു സാഹചര്യം വെച്ചിട്ട് എടുത്തണം. ഒന്നാമത് നാണാണ്, നിങ്ങൾ കണ്ടില്ലേ ഇവന്. ഞാൻ പറയുമ്പോൾ ഒക്കെയാണ്, അപ്പൊ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. ഇതിലേക്ക് നോക്കണ്ടല്ലോ. അപ്പം അങ്ങനെ ചെയ്ത്, പക്ഷെ ഇവളെ ഗ്രേസ് ആന്റണീനെ പോലെ ഉണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയലുണ്ടായിരുന്നു വീട്ടിലെല്ലാവരും. ഗ്രേസ് ആന്റണീന്റെ അതേ ലുക്കാണെന്നൊക്കെ.
ഇത്രയും ഇങ്ങനെ കയറി പോകുമെന്ന് വിചാരിച്ചില്ല. ഇപ്പൊ നന്നായിട്ട് ഓടിയല്ലോ. എത്ര മില്യണായി ഇപ്പം ഏകദേശം ഒരു 30ന്റെ അടുത്ത്, അല്ല 30 ലക്ഷത്തിന്റെ അടുത്ത് ആവാനായി. 29 എത്ര സംതിങ് ആയി. അതാവും. ഗ്രേസ് ആന്റണി കമന്റ് ഇട്ടിരുന്നു. ഗ്രേസ് ആന്റണി കമന്റ് ഇട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് 30 എത്രയോ ലൈക്ക്. നമ്മള് ഇടലുണ്ട്, ചെറിയ തോതിലൊക്കെയാണ് റീച്ച് ആവുള്ളൂ, എന്നാലും കുഴപ്പമില്ലാണ്ട് ആവലുണ്ട്. ഇത് എങ്ങോട്ടാ പോയെന്നുള്ളൊരു ഇതില്ലായിരുന്നു. ഇപ്പൊ ഈ അലൻമാധവൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ട്, അതില് ഒരാൾ ഇവന് മെസ്സേജ് അയച്ചാണ്, അച്ഛനും അമ്മയും കാണിച്ചു കൊടുക്കുക, ഇത് 24-ൽ വന്നിട്ടുണ്ട്, 24 ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പം അതും കൂടെ എങ്ങനെ ആളും ഭയങ്കര ചമ്മലാണെന്ന് തോന്നുന്നു. അതിന് നാഗേന്ദ്രനെ ഇവന് ഒരു 2 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളിലൊക്കെ, അങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ വീട്ടിലുള്ളവരൊക്കെ വെച്ചിട്ട് എടുക്കലുണ്ടായിരുന്നു. നാരങ്ങ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ ഇടാൻ വേണ്ടിട്ട്. അപ്പൊ അന്ന് തുടങ്ങിയാണ്. പിന്നെ എന്താ ഇത്ര ചമ്മല്? അത് എന്താ പറയാ, ക്യാരക്ടർ ആയതാണോ, സുരാജ് ആയതാണോ? ആണോ? അത് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ റെഡിയായി വരണം. അയ്യോ അങ്ങനെയൊന്നല്ല, നിങ്ങൾ സ്റ്റാർസ്. അതല്ലേ ഞങ്ങളൊക്കെ അതേ വണ്ടി വിളിച്ച് ഇവിടം വരെ എത്തിയത്. ഇപ്പം കുറെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അയ്യോ മീശയില്ലാത്ത നാഗേന്ദ്രൻ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കരാട്ടെ ക്ലാസ്സിലാണെങ്കിലും മറ്റേ സ്കൂളിൽ നിന്നൊക്കെ ഇവനെ എവിടെ കണ്ടാലും ആൾക്കാർക്ക് ഇപ്പം അറിയാം. ഇതല്ലാണ്ട് വേറെയും കുറെ ഞാനൊന്നും കൂടെ അയച്ചെന്നില്ലായിരുന്നു. ഇത് നമ്മുടെ ഡ്രസ്സ് മാറാൻ പോയ ആള് വരുവോ അതോ ആ വഴി പോകുമോ? ഭയങ്കര നാണക്കാരിയാ ഗ്രേസേ. അവള് ഭയങ്കര നാണാണ്, ഇങ്ങനെയൊന്നും ശരിക്കും വരില്ല, എത്ര വിളിച്ചാലും വരൂല. അപ്പൊ ഞാൻ കുട്ടികളെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മീശയൊക്കെ വരച്ചിട്ട്, കാരണം വലിയ ആൾക്കാരായിട്ട് അങ്ങനെ ചെയ്തൊരു ഷോർട്ട് ഫിലിം. അതിന് അവാർഡ് അങ്ങനെ ചെറിയ ഇങ്ങനെ കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ ഈ കോവിഡ് സമയത്ത് എടുത്തായിരുന്നു. ചേട്ടാ എനിക്കറിയാം ഈ കൊച്ചു പിള്ളേർക്ക് 2 പേർക്കും മടിയാ. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയല്ലേ കൊച്ചുങ്ങളെ കൊണ്ട് പഠിപ്പിച്ചത്? സത്യം പറഞ്ഞു. സത്യമാണ്. പക്ഷെ എന്റെ വൈഫ് കൊറേ ഇങ്ങനെ പറഞ്ഞു, അവളാണ് കൊറേയൊക്കെ ഇതിന് ഒരു പ്രേരണ. ഇത് ചേട്ടൻ പറഞ്ഞത് പിള്ളേരെ അടിച്ചോന്നൊക്കെ ഉള്ളത് ഞാൻ ഗ്രേസിനെ വിളിച്ചു നോക്കട്ടെ. ഗ്രേസേ ഇവിടെ വന്നേ. കേട്ടോ അതെല്ലാം കിടലും കിടക്കാച്ചി ഉടുപ്പൊക്കെ ഇട്ടോണ്ട് വന്നു. എന്ത് പറ്റി, സാരി എടുത്തപ്പോ ചമ്മലായി പോയോ? എന്ത് പറ്റി സാരി എടുത്തിട്ട്? ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചിരിക്കുമ്പോ കണ്ണു പോലും ഇല്ല. ചിരിക്കുമ്പോ അത്ര തന്നെ ഡിക്റ്റോ അസാധില്ല അല്ലേ? നമ്മുടെ ക്യാമറ ടീമിനോട് വെച്ചോക്ക്. ശരിക്കും ഇങ്ങനെ കേൾക്കുമ്പോ സന്തോഷമാണോ ചമ്മലാണോ അയ്യോ അങ്ങനെയൊക്കെ ആണോ ഞാൻ എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് കേട്ടപ്പം പറഞ്ഞില്ലേ, അധികം എനിക്ക് തോന്നിയില്ല, എനിക്ക് അറിയില്ലായിരുന്നു അവരെ. പിന്നെ ഞാൻ അങ്ങനെ കേട്ട് ഓക്കെ ഏകദേശം ഉണ്ട്. പിന്നെ ചെയ്യാൻ തുടങ്ങി. ഇവള് ശരിക്കും മാക്സിമം ഇതാണ്, ഈ പാട്ട് പാടലാണ്. ഈ പാട്ടൊക്കെ പഠിച്ചിട്ട് നല്ല ഒരു ഗായികയാണ്, അല്ലാണ്ട് ഒരു ആക്ട്രസ് അങ്ങനെ ആക്ടിങ് എന്ന് പറയുന്ന മനസ്സിലില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ഇപ്പോഴാണോ ഇത്രയും ഷേപ്പ് ആയത് മോൾക്ക്? ഷേപ്പ് അങ്ങനെ ഇപ്പോഴോ അല്ല, കുറച്ച് ഒരു കുറെ മുന്നേ ഇങ്ങനെ അപ്പം ഗ്രേസ് ആന്റണീനെ അങ്ങനെ അറിഞ്ഞു വരുന്ന നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സ് അന്നപ്പോ ഇങ്ങനെ പറയാനോ ഇത് പവീന്റെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ. ഈ റീല് വൈറലായപ്പോ സ്കൂളിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ എന്നാ പറഞ്ഞു? അവര് ഇങ്ങനെ അടിപൊളി, ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ലൈക്കും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എല്ലാരും ഒരു കുട്ടി 2-3 കുട്ടികൾ തന്നെ റീൽസ് ചെയ്ത് ചേച്ചിയല്ലേ എന്നൊക്കെ വെളിയിലൊക്കെ പോകുമ്പോ. ഗ്രേസ് ആന്റണി നന്നായിട്ട് കോമഡി പറയും. അതായത് സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും നന്നായിട്ട് സംസാരിക്കും. പവി എങ്ങനെയാ? അധികമില്ല, ഞാൻ അധികമില്ല. അങ്കിള് എന്നാണോ വിളിക്കുന്നത്? കുട്ടേട്ടൻ പറയുന്ന പോലെ ഗായിക മാത്രമാണോ? ഗായിക ഏകദേശം ഞാൻ നല്ല പാടുന്നു വിചാരിക്കുന്നു. ഏകദേശം ഞങ്ങള് കേക്കട്ടെ. मैं तनु समझावा की न तेरे बिन लगदा जी, तू की जाने प्यार मेरा मैं करूँ इंतजार. അല്ല അതെന്നാന്നറിയാമോ, നമ്മളെല്ലാവരെയും കണ്ടതിന്റെ ഒരു ടെൻഷൻ ശരിക്കും കക്ഷിയുടെ മുഖത്തുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വന്നപ്പോ മുതൽ എന്താണ് ലേറ്റ് പോയി, കുട്ടേട്ടൻ പറഞ്ഞും പോയി, ഒരു ചാനലുകാർ വരുന്നുമുണ്ട്, ഇന്റർവ്യൂ എടുക്കുന്നുമുണ്ട്. ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കണ്ടപ്പോ പോലെ ടെൻഷനാണ്. അയ്യോ ഞങ്ങൾ ഭയങ്കര കൂൾ. ആദ്യത്തെ സംഭവമാണെന്ന് പറഞ്ഞില്ലേ, ആദ്യത്തേത് ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും പേടിയുണ്ടാവും ആദ്യത്തേന്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള കൂളായിട്ടുള്ള ആൾക്കാരായിട്ട് വരുമ്പോ ടെൻഷൻ അടിക്കണ്ട, ഇനി ഒന്ന് കൂളാവും. ഇത് ടെൻഷൻ അടിക്കണ്ട. ഇത് ഞാൻ പറഞ്ഞേക്കെ, നമ്മൾക്ക് പല ആളുകൾക്ക് സിമിലാരിറ്റി പലയിടത്തും പറയാറുണ്ട്. പക്ഷെ ഇതിൽ ശരിക്കും ആ ഡ്രസ്സിലും പിന്നെ ആ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ആ ഷോർട്ട് ഒരു മിഡ് ഷോട്ട് അല്ലേ എടുത്തിരിക്കുന്നത്. ആ മിഡ് ഷോട്ടിൽ തന്നെ ഭയങ്കര ശരിക്കും അത് സാരി ഇതൊന്നുമല്ല, ഇവള് ഇട്ടന്ന് ഒരു ഡ്രസ്സ് ഇട്ട് വന്നിട്ട് അതിന്റെ മേലെ വൈഫിന്റെ ഷോൾ ഇട്ട് കൊടുത്താണ്.
അപ്പൊ ഇവനിട്ടത് എന്റെ ഷർട്ടാണ്, ഒരു വൈറ്റ് ഷർട്ട്. ഈ ഇതൊന്നും നീക്കി പിടിച്ചാ- ഇതല്ല ഇതല്ല അല്ല 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 ഈ ശരീരത്തിലിട്ട ഈ ഷർട്ട് ഈ ശരീരത്തിലെ ഞാൻ പറയട്ടെ, എനിക്ക് കൺഫ്യൂഷനാണ്. ഈ ശരീരത്തിലെ ഷർട്ട് ഇദ്ദേഹം ഇട്ടിട്ടാണ് നാഗേന്ദ്രനായിരുന്നു. ആ അതന്നെ. കഷ്ടമുണ്ട് കേട്ടോ ഈ കൊച്ചിനോട് നിങ്ങൾ എന്നാ ചെയ്തത്. അല്ല പെട്ടെന്ന് വന്നപ്പോഴേ നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല, ചെയ്യുകയും വേണം, ഇവർക്ക് അന്ന് തന്നെ പോവുകയും വേണം. രാത്രിയാണ് വന്നേ. അന്നപ്പം എന്തായാലും അതിന്റെ ഒരു പീക്കിൽ ഈ നാഗേന്ദ്രൻസിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണല്ലോ, പിന്നെ ചെയ്തിട്ട് കാര്യമല്ലല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഈ കൂട്ടേട്ടൻ വന്ന് അടിച്ചാണോ പഠിപ്പിച്ചേ? കുറച്ച് ചീത്തൊക്കെ കേട്ടിട്ടുണ്ട്. എന്നൊന്നും പറഞ്ഞാൽ മതി, കൂട്ടേട്ടൻ ഞാനത് മുഴുവൻ ആൾക്കാരോട് പറയാം. എനിക്ക് സ്പീഡിൽ വർത്താനം പറയാൻ കുറച്ച് പാടുണ്ട്. പ്രത്യേകിച്ച് മലയാളം അങ്ങനത്തെ എല്ലാ വർത്താനം പറയാൻ, പക്ഷെ ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ച് പ്രശ്നം. അന്നേരം കുറെ ചീത്ത ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് മുഴുവൻ പഠിച്ചിരുന്നു. ഡയലോഗ് മുഴുവൻ കാണാപ്പാട് അറിയാം ഇപ്പൊ? അങ്ങനെ അല്ല ചുമ്മാ അറിയാന്നത്രേ. ചുമ്മാ പറഞ്ഞോ, ഇവിടെ ക്യാമറ ഒന്നും ഇല്ല, എന്റെ മുഖത്ത് നോക്കി ജസ്റ്റ് പറയാം. ചുമ്മാ പറഞ്ഞു, എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, വിത്ത് ആക്ഷനെ. ഈ സീൻ അഭിനയിച്ച് കാണിക്കാം. ഞാൻ ഡയറക്ടറാ. ഓക്കെ, ഞാൻ പുതിയ പടത്തില് എടുക്കുക, ഡയറക്ടറാ. അഭിനയിച്ചു. ജോസാനെ ഇഷ്ടാണോ? പറ. എനിക്ക് ചപ്പിട്ട് എന്നെ മിന്നു കിട്ടോ. കോട്ടയത്ത് കൊണ്ട് സിനിമ കാണിക്കണം, വെള്ളയിൽ മഞ്ഞപ്പൂക്കളിൽ സാരി കാണിക്കണം, പിന്നെ താജ്മഹൽ നിന്ന് ഫോട്ടോ എടുക്കണം, പാട്ട് പുസ്തകം പാട്ട് പഠിക്കണം, പിന്നെ നമുക്ക് കുറേ കുട്ടികൾ വേണം കേട്ടോ. ജാതിക കുളിക്കിട്ട പോലെ ചുറ്റും. അയ്യോ, ആ ഒരു ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കും. അതില് ഗ്രേസ് ആന്റണി പറയുമ്പോഴേ ആ സാരിയുടെ തലപ്പ് വെച്ചിട്ട് ജാതിക്ക കുലുക്കി, നമുക്ക് ജാതിക്ക കുലുക്കിട്ട് പിള്ളേര് വേണം. അയ്യോ എന്ത് രസമല്ലേ. നാഗേന്ദ്രൻ എന്ത് പറ്റി? നാഗേന്ദ്രൻ അവിടെ നോക്ക്. നാഗേന്ദ്രൻ എന്റെ സാധനം ആരാണ് എടുത്ത് മാറ്റിയേക്കുന്നത് അല്ലേ? ഇതാരാ? എൻ്റെ ബ്രദർ. ആണോ? ഇങ്ങോട്ട് വന്നേ. നന്നു എടാ, കശിയാണ് ഇവിടെ വന്നപ്പോൾ എന്നെ സ്കാൻ ചെയ്താ നിർത്തിയിരുന്നത്. ഹായ്. പേരെങ്ങനെയാ? എന്തോ പേര് പറ. പേര് പറ. പറഞ്ഞോടുക്ക്. നന്നു പേര് പറ. What's your name? ചമ്മലായോ? അവനും ചമ്മൽ. കണ്ടിട്ട് തന്നെ ആളേക്ക് വാ. എന്റെ പേര് പറയാത്ത എന്താ? ഇങ്ങോട്ട് വാ. പേര് പറയാത്ത എന്നാ? പേടിയാണോ? അവന് ചമ്മലായതാ. ചമ്മലാണോ? ഈ വീട്ടിലെ മൊത്തം എല്ലാ ആൾക്കാർക്കും ചമ്മലാണ്. പക്ഷെ അവര് വീഡിയോയിലെ മില്യൺസ് ആണ് കൊയ്ത് വെച്ചേക്കുന്നത്, പക്ഷെ ചമ്മലാ. ആണല്ലേ? ആര് അഭിനയിക്കാനേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. നാച്ചുറൽ വരില്ല, അവർക്ക് അഭിനയിക്കാൻ മാത്രം. നാച്ചുറൽ ആകൂ. ഞാൻ മീനാക്ഷി എന്നല്ലേ? മീനാക്ഷി ആന്റിയോട് സംസാരിക്കട്ടെ? മീനാക്ഷി എന്നാണോ വിളിക്കുന്നത്? നമുക്ക് സംസാരിക്കാം. ഇവിടെ ഒന്നോ കൊച്ചച്ഛൻ എല്ലാ പ്രാവശ്യം ഇതുപോലെ ക്യാമറ എടുത്ത് ആക്ഷൻ ക്യാമറ കട്ട് പറയുന്നുണ്ട്. ക്യാമറ മനസ്സിലായിട്ടുണ്ടല്ലേ? ബാക്കിയൊന്നും മനസ്സിലായിട്ടില്ല കക്ഷിക്ക് എന്നാ സംഭവം എന്നൊന്നും. ഇദ്ദേഹമാണ് ഗ്രേസ് ആന്റണിനെ കണ്ടുപിടിച്ചുകൊണ്ട് അല്ലെ കൊണ്ടുവന്ന ആള്. ട്രെയിനിങ് കൊടുക്കുമ്പോ അവിടെ ഉണ്ടായിരുന്നോ? ആ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ ചെയ്ത് കൊടുക്കണം എക്സ്പ്രഷൻ കഷ്ടമാണ്. എക്സ്പ്രഷൻ പറഞ്ഞു കൊടുത്തു. ആ റീൽ എത്ര തവണ കണ്ടു ഇയാൾ? ആ ഒറിജിനൽ റീല് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ കണ്ടുപോയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീൽസ് ഒക്കെ നോക്കും, കണ്ടു പറഞ്ഞു. ഇതില് മെയിൻ ആയിട്ട് വേറൊരാളും കൂടെ ഉണ്ട്, മാനസ എന്നാ പേര്. ഫുള്ള് കുട്ടിയാണ് ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. വൈകിട്ട് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത്. സ്കൂളിലോണ്ട് വരാൻ പറ്റിയില്ല, ഭയങ്കര സങ്കടത്തില. ഇത് പെട്ടെന്നായി പോയല്ലോ, ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ ഒന്നും വിളിക്കണ്ട, നിങ്ങളെ പോലെ ഇതിനൊക്കെ ഇന്റർവ്യൂ വിളിക്കല്ലേ. നമുക്ക് ഞങ്ങൾക്ക് നിങ്ങളെ ആ സമയം നിങ്ങളെ പോലുള്ള ആളുകളെ കാണുക. അല്ല ഇപ്പത്തെ സോഷ്യൽ മീഡിയയുടെ സമയത്ത് ടക്കേന്നാ നമ്മള് ഇതാവുന്നത്. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കരുതിയിരുന്നല്ലോ ഇങ്ങനെ ഒരു സാധനം. ജസ്റ്റ് ഒന്ന് വൈറലാകുമെന്നറിയായിരുന്നു, എന്നാലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ വൈറലാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ പിടിച്ചാലും പ്രതീക്ഷിച്ചാലും കൂടുതലായി. വേർഷൻ ഒന്നും പറഞ്ഞാൽ ചോദിക്കുന്ന കമന്റിൽ AI വേർഷൻ ആണോ? അല്ല, ഞാൻ ഒറിജിനൽ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് പവിത്ര. എന്റെ പേര് പവിത്ര. പിന്നെ ഞാൻ 12th കഴിഞ്ഞിട്ട് ഇപ്പം എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കും. ഞാനിവിടെ സ്വിച്ച് ഇട്ടിട്ട് ചെയ്യിച്ചൊന്നും അല്ല കേട്ടോ, ആള് ഒറിജിനൽ ആയിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. എന്തായാലും ഹാപ്പി ആയില്ലേ? പറഞ്ഞോ. ഞാൻ KV കഴിഞ്ഞ് പിന്നെ ഇപ്പം JPS പോയിക്കൊണ്ടിരിക്കും. അമൃത വിദ്യാലയത്തിലാണോ കുഞ്ഞു പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ?
3rd സ്റ്റാൻഡേർഡ് ആണോ? ഇംഗ്ലീഷ് ചോദിച്ചാലേ അറിയത്തുള്ളോ? അല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് പിള്ളേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഇംഗ്ലീഷിലായിരിക്കും. അല്ല, പിന്നെ കുറെ ആളിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ കുറെ ആൾക്കാരെന്ന് ചേട്ടൻ കുറെ നേരമായിട്ട് പറയുന്നു, ഞങ്ങളെ അപമാനിച്ച് പറയുന്നൊന്നും അല്ലല്ലോ, ഈ വിചിത്ര ജീവികളെ കണ്ടിട്ട് എന്നൊന്നും അല്ലല്ലോ അല്ലേ? എന്റെ കാര്യം അപ്പൊ ഞങ്ങൾ എന്നാ പൊക്കോട്ടെ? പറ, പൊക്കോട്ടെ? പോവാണേ, കഴിഞ്ഞു. ഇനിയിപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ, ഞങ്ങള് പോവാ. ചേച്ചിന്റെ പേര് പേരെന്താണ്? ആ, അടിപൊളി. എന്റെ പേര് ശരണ്യ. ശരണ്യ. ഇപ്പം ഗ്രേസ് ആന്റണി ലൈക്ക് ചെയ്തു എന്ന് കേട്ടു. വേറെ ആരെങ്കിലും സെലിബ്രിറ്റീസ്? വേറെ അതിന്റെ ഡയറക്ടറില്ലേ, നിതിൻ രഞ്ജിത്ത് പണിക്കർ, ഓര് വന്നിട്ട് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരാണ് ഫസ്റ്റിൽ അടിച്ചത്. പിന്നെ കുറെ സെലിബ്രിറ്റീസ് അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ലൈക്ക് അടിക്കുന്നുണ്ട്. ലൈക്ക് അടിക്കുന്ന നമുക്ക് കാണാൻ പറ്റുമല്ലോ. കാണാൻ പറ്റും. സിനിമയിൽ അഭിനയിക്കാൻ വല്ല താല്പര്യം? അങ്ങനെയൊന്നുമില്ല, വിളിച്ചാ ഞാൻ വിളിച്ചാ പോയി വിളിച്ചു നോക്ക്, ഞാൻ വരൂ. അല്ല, ചേട്ടന് ഈ പിള്ളേരെ കൊണ്ട് എടുക്കാനുള്ള കാരണം? ഞാനിങ്ങനെ എന്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം സിനിമയായിരുന്നു. പക്ഷെ നമ്മള് ഇനി കുടുംബമായി പ്രാരാബ്ദമായി. പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലെത്തി. ഞാനിപ്പോ ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം അത്യാവശ്യം ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കാറുണ്ട്. അപ്പം ചെറിയ മക്കളെ, അഭിനയം അറിയാത്ത മക്കളെ, വീട്ടിലുള്ള ആൾക്കാരെ, നാട്ടിലുള്ളവരെയൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം എടുത്തിട്ട് ഇതാക്കണം. അതാണ് മക്കളെങ്കിലും അങ്ങനെ സെറ്റ് അറിയില്ല. അച്ഛനും അഭിനയിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു തമിഴ് പടം ഉണ്ട്. എന്നാ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ കാണുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോക്കെ ഇങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുവരാന്നുള്ളൊരു ഇതില് വെറുതെ ഇങ്ങനെ എടുത്തു നോക്കാം. നമ്മളെ കോഴിക്കോട് ജില്ല വിടുന്നുണ്ടോ? കോട്ടയം വരെയൊക്കെ വരുന്നുണ്ടോ? വരണമെങ്കിൽ ഓക്കെ. അതൊന്ന് ഫ്രെയിം വെച്ച് നോക്കി, എനിക്ക് ആ വ്യത്യസ്തമായ മുഖം ഉണ്ടോന്ന് കാണട്ടെ. ഒന്ന് ഫ്രെയിം വെക്ക്. അല്ല, ഫ്രെയിം വെക്കുക. ഫ്രെയിം ഞാൻ വെക്കണ്ടല്ലോ, നിങ്ങളെ കൊറേ ഫ്രെയിമിൽ കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ടാലന്റ് ഉണ്ടല്ലോ. അല്ല, എന്താ അറിയോ, ഇത് ഭയങ്കര ലൈവായിട്ട് പോയി. നമ്മളൊരു ഇന്റർവ്യൂ ആയിട്ട് പോലൊന്നും തോന്നിയില്ല. ലൈവായിട്ട് പോയില്ല, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് വരുമ്പോ ഇങ്ങനെ നിങ്ങളിപ്പോ ഇവിടെ ഇറങ്ങുന്നവരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇവര് എന്താ ചെയ്യുക, ഇവര് പറയാൻ പറ്റുമോ? കാരണം എനിക്കറിയാലോ ഇവരെങ്ങനെയാണ് എന്നുള്ളത്. ചിലപ്പോ ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്താൽ ഇവനെങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവര് ഒന്നും പറയുന്നേ. അതേസമയത്ത് നിങ്ങൾ വന്നിട്ട് പറയുമ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കില്ലേ? അച്ഛൻ പറഞ്ഞ കേട്ടോ, അച്ഛന് അഭിനയിക്കാനൊന്നും പറ്റിയിട്ടില്ല, അച്ഛന് അഭിനയം പഠിക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തമിഴ് പടം ഉണ്ട്, ഞാൻ അച്ഛന് ഇട്ട് കൊടുക്കാം, എന്നിട്ട് അത് കാണണം കേട്ടോ. അത് മകൻ എന്നിട്ട് അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അഭിനയിക്കാൻ പോകുന്ന, നന്നായിട്ടൊക്കെ അഭിനയിച്ച് നല്ല അച്ഛനെ പോലെ ആഗ്രഹം. അച്ഛൻ്റെ ആഗ്രഹം സ്വീകരിക്കണമെന്നൊന്നും ഇല്ല, മോന് വേറെ ആഗ്രഹമാകാം. പക്ഷെ എന്നാലും ഹാഫ് അച്ഛന് വേണ്ടി ചെയ്തു കൊടുക്കണം. ഡീലല്ലേ? ആള് ഡീല. അപ്പൊ ശരി.